മനുഷ്യകുലത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ് ദൈവത്തെ അറിയുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ദൈവത്തിനും നമുക്കറിയാലോ, ഇപ്പൊ നമ്മളുടെ മക്കള് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കാര്യസാധ്യത്തിന് സ്നേഹിക്കുന്നവരുണ്ട്, അല്ലാതെ സ്നേഹിക്കുന്നവരുണ്ട്, അല്ലേ? ഉണ്ടോ? ഉണ്ട്. അതെ അതെ, അങ്ങനെ തന്നെ. കാര്യസാധ്യത്തിന് വേണ്ടി സോപ്പൊക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ നടന്നി കഴിയുമ്പോ അവരവരുടെ കാര്യത്തിന് പോകും. അതുപോലെ തന്നെ മക്കള് നല്ല സ്നേഹമുള്ള, ആത്മാർത്ഥതയുള്ള, നമ്മുടെ വേദനയില്, നമ്മുടെ സങ്കടങ്ങള്, നമ്മുടെ മുഖം വാടുമ്പോ, നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മളോട് ചോദിക്കും. അപ്പൊ അവർക്ക് ഒരു പരിഹാരം ചെയ്തു തരാൻ പറ്റിയില്ലെങ്കിലും അവരുടെ ആ ഒരു അന്വേഷണം, ആ ഒരു സ്നേഹ അന്വേഷണത്തിന് നമുക്ക് ഭയങ്കര ആശ്വാസവും, അവൻ എന്നോട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ അവള് എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഹൃദയം കൊണ്ട് അവനെ എന്നെ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് സ്നേഹത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ എന്തെല്ലാം കൊടുത്താലും ഈ സ്നേഹത്തിന്റെ ആ ഒരു വിശുദ്ധിയിലേക്ക്, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പരിശുദ്ധിയിലേക്ക് മനുഷ്യര് അത് ബോധപൂർവ്വം, സ്നേഹം ഒന്നും വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല, അല്ലെ? സ്നേഹം എപ്പോഴും ഇങ്ങനെ, സ്നേഹത്തിന്റെ സ്വഭാവം ഇങ്ങനെ കൊടുക്കുക 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 എന്നുള്ളത്. പക്ഷെ സ്നേഹത്തിന് പ്രതീക്ഷിക്കാനുള്ള അവകാശമുണ്ട്, അല്ലെ? സ്നേഹത്തിന് പ്രതീക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെയാണ് സ്നേഹം തന്നെയായ ദൈവത്തിന് പ്രതീക്ഷിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ട്. അപ്പൊ ഈ സ്നേഹം മിസ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അപകടങ്ങൾ വരുന്നത്. ഈ ലോകത്ത് ഏതെല്ലാം തരത്തില് സ്നേഹത്തെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്, അവരാരും ഇന്ന് വരെ ഗതി പിടിച്ചിട്ടില്ല. ഉണ്ടോ? കേക്കാവോ? ഈ സ്നേഹത്തെ മിസ്യൂസ് ചെയ്യുന്നവരാരും ഗതി പിടിക്കില്ല. കാരണം എന്താണെന്നറിയോ? സ്നേഹത്തിന് ഒരു നിർമ്മല സ്വഭാവം ഉണ്ട്, അല്ലെങ്കിൽ സ്നേഹത്തിന് ദൈവികമായ ഒരു വരം ഉണ്ട്. മുന്തിരിയിൽ ഒരു വരമുണ്ടെന്ന് പറയുന്ന പോലെ ഈ സ്നേഹത്തിന്റെ ഉള്ളിൽ ഒരു വരമുണ്ട്. എന്താണ്? സ്നേഹമെല്ലാം സഹിക്കുന്നു, ക്ഷമിക്കുന്നു, അല്ലേ? അതാണ് അതിന്റെ ഒരു വരം. സ്നേഹം എല്ലാം സഹിക്കും, ക്ഷമിക്കും. പക്ഷെ ഈ സഹിക്കാനുള്ള കാരണം, ക്ഷമിക്കാനുള്ള ഒരു കാരണം ആവുന്ന വ്യക്തി ഉണ്ടാവും, അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാവും. അതിന്റെ മേല് ആരാ കൈവച്ചിരിക്കുന്നത്? പിശാചാണ്, അല്ലെ? പിശാചാണ്. അതായത് പ്രശ്നങ്ങൾ കൊണ്ടുവരിക, തടസ്സങ്ങൾ കൊണ്ടുവരിക, ബുദ്ധിമുട്ടുണ്ടാക്കുക. അത് ദൈവത്തിന്റെ പണിയല്ല. അത് ആരുടെ പണിയാണ്? അത് പിശാചിന്റെ ഡ്യൂട്ടിയാണ്, അല്ലെ? പിശാചിന്റെ സ്വഭാവം നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 10:10 എന്താണ്? കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. ഇതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഒരു നാശം വരുന്നുണ്ടെങ്കിൽ ഇത് കള്ളം കേറിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അല്ലെ? ഒരു നാശം വരുന്നുണ്ടെങ്കിൽ, ഒരു മോഷണം, അതായത് മോഷണം എന്ന് പറഞ്ഞാല് നമ്മുടെ ജെനുവിൻ ആയിട്ടുള്ള ആ ഒരു സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം മോഷണം പോയി, അല്ലെ? നമ്മൾ പറയാറുണ്ട് മക്കളോട്, നിനക്ക് പണ്ട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു നിന്റെ പ്രവൃത്തി, പക്ഷെ ഇപ്പൊ ആ സ്നേഹം ഇല്ല. അതെന്ത് പോയതാണത്, അല്ലെ? നഷ്ടപ്പെട്ട് കളഞ്ഞതാണ്. അപ്പൊ അത് കട്ടുണ്ണു പോയത് ആരാണ്? പോകാനായിട്ട് ഉണ്ടായിരുന്ന സാധനം പോവുക എന്ന് പറഞ്ഞാല് അത് ആരോ മോഷ്ടിച്ചതാണ്, അല്ലേ? അപ്പോ ഈ ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയത് ഈ വ്യക്തി പോലും അത് ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടില് നമ്മള് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന, ഇപ്പൊ നമ്മളുടെ ഫോൺ തന്നെ, ഇപ്പൊ നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന, എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന, കയ്യിൽ നിന്ന് മാറ്റാതെ ഉപയോഗിക്കേണ്ടി വരുന്നതായിട്ട് കാണുന്ന ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോണാണ്, അല്ലേ? എല്ലാവരുടെയും കയ്യില് ഒച്ച ഉണ്ടാക്കല്ലേ, എല്ലാവരുടെയും കയ്യില് അതായത് ശ്രദ്ധയോടെ സൂക്ഷിക്കുന്ന ഒരു വസ്തുവായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫോൺ. അത് നല്ല കാര്യത്തിനും ഉണ്ട്, മോശം കാര്യത്തിനും ഉണ്ട്. പക്ഷെ എന്താണ്, നമ്മളുടെ നല്ല കാര്യത്തിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ഭയങ്കരമായ ഒരു സമാധാനമാണ്, ആശ്വാസമാണ്, അല്ലെ? ഇപ്പൊ രാവിലെ തന്നെ നമ്മള് ഇപ്പൊ കൃപയുടെ ഗ്രൂപ്പില്, കൃപയുടെ മണിക്കൂറിൽ പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ തന്നെ നമ്മള് ഇന്ന് ഈശോ എന്താണ് സംസാരിച്ചേക്കണെന്ന് എടുത്തു നോക്കാറുണ്ട്. ആ വചനം അതിലുള്ള ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാൻ പറ്റും. ഇന്ന് ഈശോ എന്താണ് 3 മണി വെളുപ്പിന് നമ്മളോട് സംസാരിച്ചത്. അപ്പൊ ആ ഒരു വചനം നമ്മൾ നോക്കുമ്പോൾ
ഒരു ഭയങ്കര ഒരു സമാധാനം, അല്ലെങ്കിൽ ഈശോ അത് നമ്മളെ അനുസരിക്കാനുള്ളതുണ്ടാവും, വാഗ്ദാനങ്ങളുണ്ടാവും, ശിക്ഷയുടെ എന്താണ് ഒരു അനുസരണക്കേട് കാണിക്കുമ്പോഴുണ്ടാകുന്ന അങ്ങനെ ഓരോ സ്വഭാവഗതി അനുസരിച്ച് സംസാരിക്കുന്ന വചനങ്ങളാണ്. അത് നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. ഇപ്പൊ എനിക്ക് 2-3 പേരുടെ വചനം ഡെയിലി കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് എന്താണ് ഈ ഇവിടുന്ന് കിട്ടിയ വചനം എന്താണ്, അവിടുന്ന് കിട്ടിയ വചനം എന്താണെന്നൊക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പൊ അതൊക്കെ മാച്ച് ചെയ്ത് നോക്കുമ്പോഴേക്കും അന്നത്തെ ദിവസം നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആശ്വാസമാണ്, ഒരു ശക്തിയാണ്, സ്നേഹത്തിന്റെ ഒരു ബൂസ്റ്റിംഗ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മളുടെ ദൈവം നമ്മളെ സംരക്ഷിക്കുകയാണ്. ഈ വചനത്തിന്റെ കോട്ട കെട്ടി നമ്മെ സംരക്ഷിക്കുകയാണ്. അപ്പൊ അത് പക്ഷെ നമ്മളത് ഉപയോഗിക്കണം. നമ്മളിപ്പോ ഒരു വചനം ഒത്തിരി വചനങ്ങൾ ലോകം മുഴുവൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ എപ്പോഴും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ദൈവവചനം തന്നെ. ദൈവവചനമാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ രാവില്ല പകലില്ല എന്നിങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നത് വചനം തന്നെ. മറ്റൊന്നും അതിന്റെ മുകളിൽ എത്തിയിട്ടില്ല ഇതുവരെട്ടും. അത് ലോകത്തിലെ ജീവിക്കുന്ന ലൗകിക ചിന്തയോട് ജീവിക്കുന്ന മനുഷ്യര് പറയും അതിനേക്കാൾ വലുതുണ്ടെന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തില് നമ്മള് കാണപ്പെടാത്തവ ഉണ്ടെന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന് പറയുന്ന പോലെ കാണപ്പെടാത്ത ചില ജീവിതങ്ങളുടെ ഇടയിലും ദൈവവചനം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കാണപ്പെടുന്നവർക്ക് അത് ഭയങ്കരമായ അനുഗ്രഹവും കുരിശിന്റെ ഭോഷത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ശക്തിയാണ് അല്ലെ. ചിലവർക്ക് ചില കുരിശുകൾ ഭയങ്കര വിഷമമായിരിക്കും. ചിലവർക്ക് ആ കുരിശില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല അല്ലെ. അതാണ് അതെ, കുരിശുകൾ ഒരേപോലെയാണെങ്കിലും സ്വീകരിക്കുന്നവരുടെ മനോഭാവം പോലെയാണ് അതിന്റെ സ്വഭാവം മാറുന്നത്. അപ്പോ ഈശോ പറയുന്ന ആ ഒരു വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ഈശോയെ അറിയുക. ഒരു മനുഷ്യന് ഇപ്പൊ ഈ ഈശോ ഇവിടെ ഭൂമിയിൽ വന്നിട്ട് ഭയങ്കരമായി ഒരു രാജകീയ ജീവിതമൊന്നുമല്ല ജീവിച്ചത്. അതുപോലെ ജനിച്ചതോ അല്ല, ജീവിച്ചതോ അല്ല, എന്താ പിന്നെ മരിച്ചതും അങ്ങനെ തന്നെയാണ് അല്ലെ. ഏറ്റവും ഒരു മനുഷ്യന് ഈ സ്വർഗത്തില് സർവമാലാഖമാരുടെയും അകമ്പടിയോടുകൂടെ ആരാധനയുടെ നടുവിലിരുന്ന് സ്വർഗീയ സൈന്യത്തിന്റെ സ്തുതികള് അനവരതം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവപുത്രന് ഭൂമിയിൽ വന്നപ്പോ ഉണ്ടായ ഒരു മാറ്റം നോക്കണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രധാനമന്ത്രിയുടെ PA ആണ്. അപ്പൊ നമ്മള് ഭയങ്കര പോസ്റ്റിലൊക്കെ ഇരിക്കുക, ഭയങ്കര അതുപോലെ സ്ഥാനമുണ്ട്. പക്ഷെ നമുക്ക് അവിടുന്ന് ഏതോ ഒരു കാരണം കൊണ്ട് നമ്മൾ അവിടുന്ന് തെറിപ്പിച്ച് ഒന്നുമില്ലാത്തവനെ പോലെ ജീവിക്കേണ്ടി വരുമ്പോ നമുക്കുണ്ടാവുന്ന ഒരു മാനസികമായ വിഭ്രാന്തി എന്താണ് അല്ലേ? ഉണ്ടാവില്ലേ? ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഈ ഒരു എന്താണ് എലക്ഷൻ ടൈമിൽ വന്നൊരു വാർത്തയാണ്. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇരുന്ന് കുറെ വർഷങ്ങൾ, ഒരു 3-4-5 വർഷങ്ങൾ ഭരിച്ചത്. 5 വർഷം. അത് കഴിഞ്ഞിട്ടും കുറച്ചാളും കൂടി ഉണ്ടായിരുന്ന പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് പ്രസിഡന്റിന്റെ സ്ഥാനം കഴിയുള്ളൂ, ഒരു സമയം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് സർവീസ് ചെയ്തത് എന്താണ് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി അവർക്ക് കിട്ടിയത് അവിടെ തന്നെ ആ പഞ്ചായത്തിൽ തന്നെ തൂപ്പുകാരിയായിട്ടാണ്. അപ്പൊ ആ പോസ്റ്റ് ഭയങ്കരമായി ഡൗൺ ആണ് അല്ല. ആ വ്യക്തിക്ക് അന്ന് വരെ ഉണ്ടായ ഒരു സ്ഥാനവും അതിന്റെ നിലയും വിലയൊക്കെ മുഴുവനും മാറി. പക്ഷെ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ലോകത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ലോകം വെച്ച് നീട്ടുന്നതൊന്നും എന്താണ് നിലനിൽപ്പില്ല. ദൈവം അനുവദിക്കുന്നതും ഇപ്പൊ ഒരു ഈ തൂപ്പുകാരിക്ക് സ്ഥിരം പോസ്റ്റാണ്, എന്നും സാലറിയാണ് അല്ലെ. ഈ പഞ്ചായത്ത് ഭരണം കഴിഞ്ഞാല് അവർക്ക് അത് കഴിഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ സ്ഥിരം ജോലിയാണ്. പക്ഷെ ആളുകളുടെ സ്റ്റാറ്റസ് വെച്ച് ആറ്റിറ്റ്യൂഡൊക്കെ വെച്ച് നോക്കുമ്പോ അവര് ഭയങ്കരമായ താഴ്ന്ന നിലപാടില്ല അല്ലെ. അങ്ങനെ വെച്ച് ഈ മനുഷ്യരുടെ ഈ അവസ്ഥ നമുക്ക് ഉൾക്കൊള്ളും. പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിൽ തന്നെ തൂപ്പുകാരിയായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു നമുക്ക് തന്നെ ഒരു അസ്വസ്ഥത തോന്നും അല്ലെ. അത് അനുഭവിക്കുന്നവർക്കും അതിനേലും ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ ലോകത്തിന്റെ എല്ലാത്തിന്റെ അധികാരിയായ ദൈവം ഈ ഭൂമിയിൽ ജനിച്ചത് ഒരു മനുഷ്യന് ജനിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലത്താണ് ജീവിച്ചത്, മരിച്ചത്. അതൊക്കെ വെച്ച് നോക്കുമ്പോ
എത്രമാത്രം അനുഗ്രഹീതരാണ് അല്ലേ? അതെ ഏ ആ അതെ അതെ നമ്മൾ വെറുതെ ഒക്കെ ഇരിക്കുമ്പോ അങ്ങനെയൊക്കെ ആലോചിക്കണം. ദൈവം എത്രമാത്രം നമുക്ക് വേണ്ടി അധ്വാനിച്ചിട്ടാണ് ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ പ്രൊട്ടക്ഷനാണ്. വെറുതെ തന്ന ഒരു സങ്കടങ്ങളോ വേദനകളൊന്നും അല്ല. ദൈവത്തോട് ചേർന്നിരിക്കുവാനും ദൈവത്തെ എന്നും ആ വിശ്വസിച്ചും സ്നേഹിച്ചും ദൈവത്തിന്റെ മഹത്വത്തിന്റെ ജീവിതത്തിന്റെ നയിക്കപ്പെടലും ഒക്കെ വ്യക്തിപരമായി രുചിച്ചറിയുവാനും ഒക്കെയാണ് ഇത്രയും ശക്തനായ ദൈവം ഭൂമിയിൽ ജീവിച്ച ആ ഒരു ജീവിത ശൈലിയും നമ്മൾ ഓരോരുത്തരുടെ ജീവിത രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്നും ഒന്നും അധ്വാനിച്ചിട്ടില്ല, ഒന്നും എത്തിയിട്ടില്ല. ഒട്ടും നമുക്ക് ഈശോയെ പോലെയോ പരിശുദ്ധമ്മയെ പോലെയോ ഒന്നും തന്നെ ചെയ്യാനും പറ്റുന്നില്ല. പക്ഷെ ചെയ്യാൻ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളിൽ പോലും നമ്മൾ പരാജിതരാ അല്ലെ? അതെ ഏഹ് അതെ അതെ അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് സാധിക്കുന്നത് മാത്രമേ ദൈവം നമുക്ക് തരുന്നുള്ളൂ. അത് നമ്മളുടെ ഒരു സ്ഥിരതയ്ക്ക് വേണ്ടി, നമ്മളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ഒരു ആശ്വാസത്തിന്റെ, സഹനത്തിന്റെ, രക്ഷയുടെ കവചമായിട്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. അത് നമ്മളുടെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞതിന്റെ കാര്യം, അതിലൊരു ക്രിസ്ത്യാനികരണമുണ്ട്. മറിയത്തിന്റെ ഭക്തിയുടെ മരിയൻ ഭക്തി, അതൊക്കെ ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ സഹനത്തിന്റെ ഗുണം, അല്ലെങ്കിൽ സഹനം സ്വീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരാത്മാവിന്റെ വിശുദ്ധീകരണം, ദൈവത്തിന് എത്രമാത്രം സ്വീകാര്യനാണ് ആ വ്യക്തി എന്ന്. നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. ജോസഫീൻ വായിക്കാം. ഇതിനകത്ത് ചാറ്റിലിട്ടിട്ടുണ്ട്. നേരിപ്പിലിപ്പ് വായിക്കുന്ന കാണുന്നില്ല. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ദൈവവചനമാണ് നാം കേട്ടത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് പരിശുദ്ധമ്മ പറയുകയാണ്, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതായത് ഭൂമിയില് നമുക്ക് ഇപ്പോ സുഖ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ജീവിത മേഖലകളിൽ ഒരു കുറവുമില്ല, ജീവിക്കാൻ ഒരു കുറവുമില്ല. പക്ഷേ ഉള്ളിന്റെ, അതായത് ആത്മാവില് എപ്പോഴും ഒരു കുറവിന്റെ ഫീലിംഗ് എപ്പോഴും ഉണ്ടാവും അല്ലേ? ഏത് മനുഷ്യർക്കും ഒരു കുറവിന്റെ ഫീലിംഗ് എപ്പോഴും ഉണ്ടാവും. കാരണം എന്താണ്? മനുഷ്യൻ ഒരിക്കലും എത്ര സന്തുഷ്ടമായ ജീവിതമാണെങ്കിലും സംതൃപ്തി ഉണ്ടാവില്ല, സംതൃപ്തിയില്ല. അപ്പോ ഈ സംതൃപ്തി ഉള്ളത് എന്താണെന്നുള്ളത് മറിയത്തിന് അറിയാവുന്നതുകൊണ്ട് മറിയം ആ സംതൃപ്തിയെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ടാണ് മറിയത്തിന്റെ ജീവിതത്തിന്റെ ഓരോ ശ്വാസത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോ നമുക്കറിയാം, ഇപ്പോ പലരുടെയും ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും വേദനകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെല്ലാം അതിജീവിക്കുന്നത് എന്തിന്റെ ബേസിലായിരിക്കും? ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എന്തിന്റെ ബേസിലാണ്? പ്രാർത്ഥനയുടെ ശക്തിയിലാണ് അല്ലേ? പ്രാർത്ഥനയുടെ ശക്തിയില്ല. നമ്മൾ എപ്പോഴും ദുർബലരാകുമ്പോ നമുക്ക് സ്വയമേവ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സ്വയം എന്ന് പറഞ്ഞാല് നമുക്ക് അടുത്ത നിമിഷം എന്ത് ചെയ്യണമെന്ന് പോലും നമുക്ക് അറിയില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ള അല്ലേ? ആ ഉത്തരവാദിത്തം ദൈവം ആർക്കും കൈമാറ്റം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇന്ന് വരെ നിലനിൽക്കാൻ തന്നെ സാധിച്ചിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ
ഹൃദയപുരുക്കി വേദനയോടുകൂടെ ദൈവസന്നിധിയിലൊന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ ഓർക്കുമ്പോഴൊക്കെ നമ്മളെ എന്താണ് വഴിതെറ്റിപ്പോകാൻ ഒത്തിരി സാധ്യതകളുണ്ട്. ചിന്തകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, സംസാരങ്ങൾ കൊണ്ട് നശിഞ്ഞു പോകാനും തകർന്നു പോകാനും തളർന്നു പോകാനൊക്കെ ഒത്തിരി 100 സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്നു എന്ന് പറഞ്ഞാല് നമ്മൾ അറിയാതെയൊക്കെ, അറിഞ്ഞോ അറിയാതെയൊക്കെ പ്രാർത്ഥിച്ചതിന്റെ ഒരു ശക്തിയുടെ ബലത്തിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. എങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ഓർക്കാറ്, ഞാനൊക്കെ ഓർത്തിട്ടുണ്ട് എങ്ങനെയാണിത് കടന്നുപോയത്, ഈ പ്രശ്നം എങ്ങനെയാണ് എന്നെ കടന്നുപോയതെന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ചില വിഷമങ്ങൾ, ചില വ്യക്തികള്, ചില സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അത് ഓർക്കുമ്പോ തന്നെ പേടിയാണ്. പക്ഷെ അത് നമ്മളെ കടന്നുപോയി, അല്ലേ? അതെ 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 നമ്മളെ കടന്നുപോയി. നമുക്കത് ഓവർകം ചെയ്യാൻ ആയിട്ട് നമുക്കത് ഓർക്കുമ്പോ തന്നെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റാനുള്ള ശക്തി ഇല്ല എന്ന് നമുക്ക് തന്നെ ഉറപ്പുണ്ട്, അല്ലേ? അതെ അതെ അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. ചില സാഹചര്യങ്ങള് നമുക്ക് സ്വന്തമായിട്ട് ഓവർകം ചെയ്യാൻ, അതിനെ അതിജീവിക്കാനായിട്ട് സ്വയം ശക്തിയില്ലാത്തവരാണെന്ന് നമുക്ക് തന്നെ അറിയാം. പക്ഷേ നമ്മൾ അതിനെ അതിജീവിച്ചു, നമ്മൾ അതിനെ മറികടന്നു, അതിനെ നമ്മൾ ഓവർകം ചെയ്തു പോന്നു. എങ്ങനെയാണെന്ന് പറഞ്ഞാല് എങ്ങനെയാണ്? നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെയോ നമ്മള് ആത്മാർത്ഥമായ ദൈവസന്നിധിയിലിരുന്ന് ഒരു കണ്ണുനീരിന്റെ, ഒരു തുള്ളി കണ്ണുനീര്, അല്ലെങ്കിൽ ഒരു മണിക്കൂറിന്റെ പ്രാർത്ഥന, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ പ്രാർത്ഥന. ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷെ ആരുടെയെങ്കിലും ഒക്കെ പ്രാർത്ഥന, അല്ലെ? നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ആരും ഇപ്പൊ നമ്മുടെ ഇതിലുള്ള ഒരാൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നമ്മള് ജനറൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓരോ ആത്മാക്കളുടെയും വിഷമങ്ങൾ, വേദനകൾ എന്താണോ പരിശുദ്ധാത്മാവ്, അതായത് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് 11 മണിക്കത്തെ ഇന്റർസെഷൻ പ്രേയറിൽ ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ ഓരോ ഇന്റൻഷൻ വെച്ച് ഇങ്ങനെ വായിലിങ്ങനെ തുരുതുരാന്നിങ്ങനെ പ്രേയർ വരും. അതായത് ഏതൊക്കെ മേഖലകൾ കൂടി തുളച്ചു പോകണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങള് മനസ്സില് വായിൽ, അതായത് ഞാനിങ്ങനെ തുറന്നു വെച്ചാൽ മതി, കർത്താവ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്ന പോലെ തോന്നും. അതായത് എന്ത് പറയണമെന്ന് അറിയില്ല. എന്ത് പറയണം, എന്ത് ചിന്തിക്കണമെന്ന് നിങ്ങള് ആരും അസ്വസ്ഥരാകണ്ട, പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിച്ചു തന്നോളും എന്ന് പറയാറില്ലേ വചനം? പരിശുദ്ധാത്മാവ് നമ്മളെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു തരും, അല്ലെ? അത് നമ്മളുടെ നാവ് അല്ല, പരിശുദ്ധാത്മാവിന്റെ ആത്മാവാണ് നമ്മളിലൂടെ സംസാരിക്കും. നമ്മുടെ ആത്മാവ് എന്താന്നാ പറയണ? പരിശുദ്ധാത്മാവിന്റെ ആത്മാവ് നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ആത്മാവല്ല, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ആത്മാവിനോട് സംസാരിച്ചു, നമ്മളുടെ ആത്മാവിലെ ആക്ടിവേഷൻ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ശരീരത്തില് നമ്മൾ ജീവിക്കണമെങ്കിൽ അത്യാവശ്യം എന്തൊക്കെ വേണം? നമുക്ക് വായു വേണം, ശരീരത്തിൽ ബ്ലഡ് വേണം, അല്ലെ? ഇത് രണ്ടുമെങ്കിലും അത്യാവശ്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഡെഡ് ബോഡി ആവും. അതായത് നമ്മുടെ ശരീരത്തിൽ ഇഷ്ടംമാരെ ബ്ലഡ് ഉണ്ട്, അല്ലെ? ഈ ബ്ലഡ് വർക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യമായിട്ട് ഈ ശരീരത്തിന്റെ ബ്ലഡ് വർക്ക് ചെയ്യുന്നത് എന്തിന്റെ സഹായത്താലാണ്? ഹൃദയത്തിന്റെ സഹായത്താൽ. അതായത് ഈ ഓക്സിജൻ ഉള്ളത് കൊണ്ടാണ്. ഓക്സിജൻ ലെവൽ എപ്പോ കുറയുന്നോ അപ്പൊ നമ്മള് ഡെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ ഇതുപോലെയാണ് നമ്മളുടെ ആത്മാവ് വർക്കിംഗ് ആവണത്. ഈ ജീവവായുവിന്റെ, അതായത് നമ്മളിപ്പോ ശ്വസിക്കുന്നു, ഈ ശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ജീവന്റെ വായുണ്ട്, ജീവവായു ഉണ്ട്, അല്ലെ? ഈ ജീവവായുവാണ് നമ്മുടെ ശരീരത്തില് കിടന്ന് പ്രവർത്തിക്കുന്നത്. അതായത് വെറുതെ ഒരു ഓക്സിജൻ അല്ല, അത് ഒരു ജീവനെ നിലനിർത്തുവാനുള്ള ഊർജമുള്ള ഒരു ശക്തിയും കൂടിയാണ് ജീവവായു. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ എത്ര അധികമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്,
അല്ലെ? അതെ ഏഹ് അതെ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ആലോചിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ, ശരീരത്തിൽ, ആത്മാവിലൊക്കെ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ 4 നേരം ഭക്ഷണം കഴിക്കുന്നു, ചായ കുടിക്കുന്നു, ചോറ് തിന്നുന്നു, പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഡെലിഷ്യസ് ആയിട്ടുള്ള ഫുഡ്, സ്വീറ്റ്സ് ആയിട്ടുള്ള ഫുഡ് എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ ഒരാളും കൂടി ഉണ്ട്, അല്ലെ? ശരീരത്തിന്റെ ഉള്ളില് യഥാർത്ഥത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആത്മാവാണ്. ഈ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരം അപ്പൊ തന്നെ പെട്ടിയിലാക്കി കൊണ്ടുപോകേണ്ടി വരും, അല്ലെ? അതെ അതെ അപ്പൊ ഇത് അതായത് നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്നത് നമ്മുടെ ആത്മാവാണെങ്കിൽ, ഈ ആത്മാവിനെ സഹായിക്കുന്നത് ആരാണ്? ദൈവത്തിന് ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവാണ്, അല്ലെ? ഈ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിക്ക് വ്യക്തമായിട്ടറിയാം ഈ പരിശുദ്ധാത്മാവിനെ എപ്പോഴും ഓർത്തിരുന്നു കഴിഞ്ഞാല് ഭയങ്കരമായ ദൈവിക ആനന്ദം ഉണ്ട്. അതുകൊണ്ട് എന്താണ്, മറിയം ഒരിക്കലും തന്റെ ജീവിതത്തില് ഞെരുക്കങ്ങളിലും ഞെരുക്കങ്ങളിലും ദാരിദ്ര്യങ്ങളിലും ഒന്നിലേക്കും തിരിച്ചില്ല. അതായത് നമുക്ക് അറിയാം, ഉണ്ണിയേശു സ്വർഗത്തിന്റെ എല്ലാ അധികാരവും ഉള്ള ഉണ്ണിയേശുവിന് ഭൂമിയിൽ വന്നപ്പോ ഉടുവസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല. അമ്മ കൊടുത്ത, കൈകൊണ്ട് തുന്നിക്കൊടുത്ത ഒരേ ഒരു വസ്ത്രം മാത്രമാണ് ഈശോ ജീവിതകാലം മുഴുവനും ഉപയോഗിച്ചത്. ഈശോ വളരുന്നതനുസരിച്ച് ഈ വസ്ത്രം വലുതായി 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 വലുതായാണ്. അതുകൊണ്ടാണ് അമ്മ അതായത് തുന്നൽ കൊണ്ട് നെയ്ത വസ്ത്രമായിരുന്നു. അതായത് അതായത് ഒറ്റ തുന്നലാണ് അത്, ആ ഡ്രസ്സ്. അത് ഈശോ വളരുന്നതനുസരിച്ച് മാത്രം അത് വളർന്ന് വളർന്ന് വളർന്നാണ്. അതുകൊണ്ടാണ് ആ കീറാതെ അവർ നറുക്കിട്ടെടുത്തത്. അതൊരു പ്രത്യേകമായൊരു ഡ്രസ്സായിരുന്നു. ഇന്നും അത് തിരുവസ്ത്രം ഒരു വലിയൊരു അനുഗ്രഹത്തിന്റെ വസ്ത്രമായിട്ട് ഇന്നും സൂക്ഷിക്കുന്നതിന്റെ കാര്യം അമ്മ നെയ്തു കൊടുത്തു. അതായത് ഈ അമ്മയിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവിന്റെ ആനന്ദം ആണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും വരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കുരിശിൽ ചവിട്ടി നിന്നുകൊണ്ട് തന്നെ അമ്മയിൽ കൂടി ഈശോ തന്റെ പരിശുദ്ധാത്മാവിനെ ആദ്യം നൽകി. പക്ഷെ അതൊന്നും ഈ ലോകത്തിൽ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി. പക്ഷെ മറിയം ആയിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിച്ചത്. കാനായിലെ കല്യാണ വിരുന്നില് പച്ചവെള്ളം വീഞ്ഞായപ്പോഴും ഈശോ ആജ്ഞാപിച്ചപ്പോഴും ഒക്കെ അവിടെയും എന്താണ് വെള്ളത്തിന്റെ മീതെ ചലിച്ചത്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് തന്നെ ചലിച്ചപ്പോഴാണ് ഈ പച്ചവെള്ളം ഏറ്റവും മേൽത്തരവും ഏറ്റവും രുചികരവും ഏറ്റവും ക്വാളിറ്റി ഉള്ളതുമായി മാറിയത്, അല്ലെ? ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് മാറും, അല്ലെ? ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ എന്താ പറയുക, ജലത്തിന്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു. എന്താണ്? അതും ഈ പരിശുദ്ധാത്മാവാണ്. അപ്പൊ ഈ ആത്മാവിനെ സ്വീകരിക്കുന്നവർക്ക് എന്തുണ്ടാവില്ല? മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കൂടുതല് ഹൃദയത്തിലുള്ള ചിന്ത, അതായത് ഉത്കണ്ഠ, അല്ലെങ്കിൽ വസ്തുക്കളെ കുറിച്ച്, വ്യക്തികളെ കുറിച്ച്. ഇപ്പോ ഞാനൊക്കെ എന്റെ കാര്യം പലപ്പോഴും ഞാൻ പറഞ്ഞു ചേർത്ത് വെക്കുന്നത്, നമുക്ക് കുടുംബജീവിതമാണ്. കുടുംബജീവിതത്തിൽ ഒരുപാട് ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു ഇടപെടല് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം. പരിശുദ്ധാത്മാവ് കണ്ടിട്ടുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് അവര് ചെയ്യുന്നതും അവര് പ്രവർത്തിച്ചത് കണ്ടിട്ടുണ്ടല്ലോ. അവിടെ ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുമ്പോ നമ്മൾ എന്താണ് നമ്മൾക്ക് ഒരു ഹൃദയത്തിൽ ഒരു സമാധാനം. ഇത് നഷ്ടപ്പെട്ടു പോയാലും നേടിയാലും എന്താണ് അത് ദൈവത്തിന്റെ ഉത്തരവാദിത്തം, അല്ലെ? അപ്പോ ഈ സമാധാനമാണ് പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ്, ആ സമാധാനം തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ നിലനിൽക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ചോ അതുപോലെ തന്നെ ദൈവജനം പെർഫെക്ഷനിലോടുകൂടെ ജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, ഇന്ന് മറിയത്തെ സ്നേഹിക്കുന്ന സഭയിൽ പോലും ഒരു ദുർബലതയുണ്ട്. യഥാർത്ഥ മരിയൻ ഭക്തി ഇപ്പോഴും വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് പിശാചിന് ഒരു യഥാർത്ഥ മരിയൻ ഭക്തന്റെ മുമ്പിൽ പിശാചിന് മുമ്പോട്ട് വരാനായിട്ട് ഒരു സ്റ്റെപ്പ് പോലും മുമ്പിലോട്ട് കയറി വരാൻ പറ്റില്ല. അത്രമാത്രം ശക്തി, അതായത് നമ്മളല്ല നിൽക്കുന്നത്. നമ്മളെ നോക്കുമ്പോ വെറും തൃണം, നമ്മളെ നോക്കുമ്പോ ഒരു ശക്തിയില്ലാത്ത ഒരു ദുർബല. പക്ഷെ എന്റെ മുമ്പിൽ നിൽക്കുന്ന, എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു വ്യക്തിയെ പിശാച് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ജോൺ മരിയ വിയാനി ഇന്ന് ലോകം കണ്ട എല്ലാ വൈദികരുടെയും മധ്യസ്ഥനായി
നിലനിർത്തിയത് അല്ലെ. ഒരിക്കലും വൈദികരാകാനുള്ള യോഗ്യതയില്ലെന്ന് അവിടെ പഠിപ്പിച്ച വൈദികര് പോലും തള്ളിപ്പറഞ്ഞതും ഇവൻ കൊള്ളില്ല, ഇവൻ ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവസാനം എന്തായി? ഇന്ന് ലോകത്തിലെ എല്ലാ വൈദികരുടെയും ഇടവക മധ്യസ്ഥനായിട്ട് ദൈവം ഉയർത്തി. അപ്പൊ ഇതിന്റെ മുമ്പിൽ എന്തായിരുന്നു എന്ന് വെച്ചത്? ഈ ദൈവീകമായ ആത്മാവിന്റെ ഒരു അവകാശത്തിൽ നിലനിൽക്കുന്ന ഒരാൾക്കും നഷ്ടധൈര്യരാകേണ്ടി വരില്ല, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവന്റെ ഉള്ളിലുള്ള സമാധാനവും സന്തോഷവും തല്ലിക്കെടുത്തി കളയാൻ പറ്റാത്ത വിധത്തില് ദൈവാത്മാവ് നമ്മളെ നയിക്കും. ഇത് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് അമ്മ പറയുന്നത്, എന്റെ ആത്മാവ് എന്റെ രക്ഷകനായ ദൈവത്തിൽ മാത്രം ആനന്ദിക്കുന്നു. രക്ഷകനായ ദൈവം എന്താണ്? ഈ ആത്മാവിന്റെ ശക്തി വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയുന്നത്. അപ്പൊ നമുക്കും നമ്മുടെ കുദാശപരമായി നമുക്ക് സ്നാനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ കയ്യിലിരിക്കുന്ന ആത്മാവ് വളരെ